എല്ലാ കൂട്ടുകാർക്കും ജോക്കോണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോജോ പാവർട്ടി. ഇന്ന് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡായ ജോർട്ടൻസ് പിക്കിൾസിൻ്റെ വിശേഷങ്ങളാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് പിക്കിളാണ്. നമ്മളൊരു 10-12 വെറൈറ്റി അച്ചാറുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ബീഫ് പിക്കിൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 1/200 ബീഫാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് ചെറുതാക്കി നുറുക്കി, നെയ്യെല്ലാം കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരെയാണ് അടിച്ച് വേവിച്ചതിന് ശേഷം വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് വറുത്തെടുക്കണം. നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഞാൻ സ്വർണ്ണത്തിൻ്റെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിൽ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 150 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും 6 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ആ തോല് കളഞ്ഞ് നല്ലപോലെ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ നല്ലപോലെ അരച്ച് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്ത പരിപാടി നമുക്ക് അച്ചാറിടുകയാണ്. അപ്പോൾ അച്ചാറിടാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് ആ പേസ്റ്റ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ ഈ മസാലക്കൂട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച എണ്ണയുണ്ട്. ആ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അരിച്ച് ആഡ് ചെയ്യുക. ആ പൊടിയും കരിയൊക്കെ മാറും. ആ ബീഫ് വറുത്ത് വരുമ്പോഴുള്ള അതിൻ്റെ പൊടിയൊക്കെ മാറ്റി നമ്മളതിലേക്ക് ഈ എണ്ണയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതൊരുവിധം നല്ല രീതിയിൽ മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർക്കാവുന്നതാണ്. വിനാഗിരി ചേർത്ത് ജസ്റ്റ് ഒന്ന് വിനാഗിരി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ചേർക്കാം. ബീഫ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിന് ഞാൻ നേരത്തെ മറന്നുപോയി, ഈ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ഓൾറെഡി ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അടുത്തത് പാക്കിംഗ് പ്രക്രിയയാണ്. അതിനായിട്ട് കുപ്പികൾ തയ്യാറാക്കിയെടുക്കുക. ക്ലീൻ ചെയ്ത കുപ്പികൾ നല്ലപോലെ ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് കുപ്പികളിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു 24 മണിക്കൂറിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്, ചൂടാറിയതിന് ശേഷം. അപ്പോൾ നല്ല അടിപൊളി ബീഫ് അച്ചാർ തയ്യാറായിട്ടുണ്ട്. എല്ലാവിധ അച്ചാറുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.